ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, നമ്മളൊരു 10 MCQ ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ടോ പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് MCQ എന്ന് പെട്ടെന്ന് നോക്കാം അല്ലെ. ഇതാ നോക്കിയോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ നമ്പർ ബിലോ ഈസ് എ ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8 എക്സെട്ര 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടേം ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം, ഞാൻ ഇപ്പോൾ 5 എടുക്കുന്നു, ഈ 5നെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 5ൽ എത്ര 3 ഉണ്ടടാ? 1 ടൈംസ് 3, ബാക്കി റിമൈൻഡർ എത്രയാടാ? 2. കുഴപ്പമില്ലല്ലോ. ഇതുപോലെ നമ്മൾ 22നെയും 32നെയും 42നെയും 52നെയും ഒക്കെ എന്താക്കി നോക്കണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. ഞാൻ 22നെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 22ൽ എത്ര 3 ഉണ്ടടാ? 22ൽ എത്ര 3 ഉണ്ട്? 22ൽ 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 7 ടൈംസ് 21. ബാക്കി റിമൈൻഡർ എത്ര? 1. റിമൈൻഡർ 1 ആണ്. ഇവിടെ റിമൈൻഡർ 2 ആയിരുന്നു. ആദ്യം നമുക്ക് കിട്ടിയത് 2 ആണ്. ഇവിടെ റിമൈൻഡർ 1 ആണ്. അപ്പൊ ടേം ആവുമോ? ഇല്ല. എന്നാൽ അടുത്തതിലേക്ക് വരുമ്പോൾ 32 എന്ന് പറയുന്ന നമ്പറിനെ, 32നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ൽ എത്ര പ്രാവശ്യം 3 ഉണ്ട്? 1 ടൈംസ് 3, ബാക്കി 0. ഈ 2നെ താഴെ ഇറക്കി എഴുതുമ്പോൾ 2ൽ എത്ര 3 ഉണ്ട്? 0 ടൈംസ് ആണ്. 0 × 3 0 ആണ്. ദെൻ 2 ആണ് ഇവിടുത്തെ റിമൈൻഡർ. റിമൈൻഡർ സെയിം ആയോ? റിമൈൻഡർ സെയിം ആയോ? റിമൈൻഡർ സെയിം ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? യെസ്, അതായത് ഇതേ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണ് എന്നാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. കുഴപ്പമുണ്ടോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്, 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏതെന്നാ ചോദിച്ചത്. 10, 16, 22 എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഏത് എപ്പോഴും നമ്മുടെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ മൾട്ടിപ്പിൾ 40 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല. 51 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല. 48 എന്ന് പറഞ്ഞാൽ ആരാടാ? 6ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ആ പറയുന്ന നമ്പറിനെ ജസ്റ്റ് നിങ്ങളുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടണം? 48ൽ എത്ര 6 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ടൈംസ് ആണ് 48. ബാക്കി നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. എന്ത് കിട്ടി? 0 കിട്ടി. ബാക്കിയുള്ളതിൽ ഒന്നും റിമൈൻഡർ 0 കിട്ടില്ല. ഈ 2 ക്വസ്റ്റ്യൻസും ഒരുവേ മോഡൽ ആണെങ്കിൽ കൂടി ഈ ഇവിടെ ചെയ്യുന്ന രീതികൾ ഒരേ രീതിയിലാണെങ്കിലും ക്വസ്റ്റ്യൻ 2 ആണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 8th term of an arithmetic sequence is 8ാമത്തെ ടേം 25 ആണ്. 12ാമത്തെ ടേം എന്ന് പറയുന്നത് ആരാന്ന് മക്കളെ? 30 ആണ്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടേം ആര് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? 8th ടേമിൽ നിന്നും 12th ടേമിലേക്ക് വരാൻ വേണ്ടിയിട്ട് 4D ആഡ് ചെയ്തു. 4D ആഡ് ചെയ്തപ്പോൾ ഇവിടെ 5 കൂടി. 4D കൂട്ടിയപ്പോൾ 5 കൂടി. അതുപോലെ ഞാൻ വീണ്ടും ഇവിടുന്ന് 16ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ എത്ര D കൂട്ടണടാ? 4D കൂട്ടണം. 4D കൂട്ടുമ്പോൾ എത്ര കൂടടാ? 5 കൂടും. 13നോട് 5 കൂട്ടിയാൽ എത്രയാണ് ആൻസർ? ദ ആൻസർ ഈസ് 35. സെറ്റ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമുക്ക് എന്ത് കിട്ടി? 35 എന്ന ആൻസർ കിട്ടി. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദ അൽജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് xn is equal to 4n plus 1. ഇവിടത്തെ 10ാമത്തെ ടേമിൽ നിന്നും 15ാമത്തെ ടേമിലേക്ക്, 10ാമത്തെ ടേമിൽ നിന്നും 15ാമത്തെ ടേമിലേക്ക് പോകണമെങ്കിൽ എത്ര D കൂട്ടണടാ? 5D കൂട്ടണം. 5D കൂട്ടണം. അപ്പൊ എന്താ കൂടുന്നത്? 5 ഇൻറ്റു ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എടുക്കണം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാ? എന്നിന്റെ കൂടെയുള്ള ആളാണ്. എന്നിന്റെ കൂടെയുള്ള ആള് 4 അല്ലേ? സോ 5 × 4 എന്ന് നമുക്ക് കിട്ടും. 5 × 4 എത്രയാടാ? 5 × 4 20 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഈ പറയുന്നതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരാനുള്ള ചാൻസ് എന്താണെന്ന് ചോദിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ഇതാ ഇവിടെ നിന്നും ഞാൻ ഇവിടേക്ക് വരയ്ക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതെല്ലാം ഈക്വൽ ആണ്. കാരണം എന്താണെന്നറിയോ? ഈ പോയിന്റുകളൊക്കെ മിഡ് പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ഈക്വൽ ട്രയാങ്കിളുകളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. ടോട്ടൽ എന്തുണ്ട്? ടോട്ടൽ 4 ട്രയാങ്കിൾ ഉണ്ട്.
എന്നാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് 2 ട്രയാങ്കിളേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രോബബിലിറ്റി എത്രയായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡഡ് പാർട്ട്, ഈ ഷെയ്ഡഡ് പാർട്ടിൽ ഡോട്ട് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 2/4. അത് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് നമുക്ക് 1/2 എന്ന് എഴുതാം. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഒരു എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ട് പോകുന്ന ലൈന് എക്സ് ആക്സിസിനോട് പാരലൽ എന്താണ്? എക്സ് അക്ഷത്തിനോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് പോകുന്ന ലൈനിൽ എപ്പോഴും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എന്ത് സെയിം ആയിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ നോക്കണ്ട. 2,5 എന്ന് പറയുന്നത് ആരാണ് വൈ കോർഡിനേറ്റ്? രണ്ടാമത്തതല്ലേ വൈ കോർഡിനേറ്റ്. അപ്പൊ രണ്ടാമത്തെ കോർഡിനേറ്റ് ആയിട്ടുള്ള 5 എന്തായാലും സെയിം ആയിരിക്കും. ഇവിടെ 5 സെയിം ആയി വരുന്നത് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അടുത്തത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, 7th ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ്. യെസ്, ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ കാണാം. x² - 6x + 8 is equal to x minus a into x minus b. കുഴപ്പമുണ്ടോടാ? ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പണ്ട് നമ്മൾ പഠിച്ചതാണ് x² + a + b into x plus ab is equal to ആരായിരുന്നു? x plus a into x plus b എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? എന്നാൽ ഇവിടെ a plus b യുടെ സ്ഥാനത്ത് ആരാളുള്ളത്? ഇവിടെ a plus b യുടെ സ്ഥാനത്ത് -6 ആണുള്ളത്. ഓക്കെ അല്ലേ? എന്നാൽ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്റെ സ്ഥാനത്ത് ആരാളുള്ളത്? എന്റെ സ്ഥാനത്തുള്ളത് -a ആണ്. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ആരാളുള്ളത്? -b ആണുള്ളത്. ആ 2 സാധനം ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എന്ത് വരും? -a + -b is equal to -6 എന്ന് വരും. ഈ എന്റെ അടുത്തും മൈനസ് ഉണ്ട്, ബിന്റെ അടുത്തും മൈനസ് ഉണ്ട്. 2 മൈനസിനെയും ഞാൻ പുറത്തെടുത്താൽ ബാക്കി a + b is equal to -6 എന്ന് കിട്ടും. ഈ 2ന്റെയും മൈനസിന് ഞാൻ കട്ട് ചെയ്യുന്നു. ബാക്കി എന്താ ഉണ്ടാവുക? a + b is equal to 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് -6 അല്ല, 6 ആണ്. പലപ്പോഴും നമ്മളോട് തെറ്റിപ്പോകും. നമ്മൾ ചാടി കയറി നോക്കുമ്പോൾ ഇവിടെ a + b യുടെ സ്ഥാനത്ത് -6 ആണുള്ളത് എന്നുള്ള നിലക്ക് എടുത്തെഴുതാം. അങ്ങനെ എടുത്തെഴുതരുത്. ഇതല്ല ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇവിടത്തെ a എന്ന് പറയുന്നതും ഇവിടുത്തെ b എന്ന് പറയുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അത് കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ ആൻസറിലേക്ക് എത്തണം. യെസ്, മൂവിംഗ് ടു ദ നെക്സ്റ്റ്. ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ആരുടെ? സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഒരു ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. എന്താണ് ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 3πr² ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തേക്ക് വരട്ടെ. സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ മക്കളെ? സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4πr². എത്ര πr²? 4πr². ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഈ ഇൻറ്റു 4 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ബാക്കി എന്ത് വരടാ? πr² is equal to 40 divided by 4. That is πr² is equal to 10. അവിടെ നോക്കടാ, πr² എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ πr² പകരം πr² എന്ന് പറഞ്ഞാൽ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ πr² പകരം എനിക്ക് എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ദാറ്റ് ഈസ് ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ is equal to 3 into πr² പകരം ഞാൻ 10 കൊടുക്കുന്നു. സോ the answer is 3 into 10, 30. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. യെസ്, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെ 4 സർഫസ് കൊടുത്തിട്ടുണ്ട്. ലാറ്ററൽ ഫേസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ക്വയറിന്റെ 4 ലാറ്ററൽ സർഫേസസ് കൊടുത്തിട്ടുണ്ട്. മക്കളെ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ ഈ പറയുന്ന ഇവിടെയുള്ള ആംഗിൾ ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ ഒരു ആംഗിളിലെ നമ്മുടെ പിരമിഡിന്റെ ലാറ്ററൽ സർഫസിൽ ഉണ്ടാവുന്ന ട്രയാംഗിളിന്റെ മുകളിലുള്ള ഈ ഒരു മൂലയ്ക്കുള്ള ആംഗിൾ ഉണ്ടല്ലോ, അത് എപ്പോഴും 90നേക്കാൾ കുറവാവണം. എന്താവണം? ലെസ് ദാൻ 90 ആവണം. ഒന്ന് നോക്കിയേ, ഇവിടെ എവിടെയാണ് ലെസ് ദാൻ 90 വരുന്നത്? 35 35 35 + 35 70. ബാക്കി ഇവിടെ 110 ഡിഗ്രി. അപ്പുറത്ത് 40 + 40 80. ബാക്കി 100 ഡിഗ്രി.
അടുത്ത 45 പ്ലസ് 45 90 ഡിഗ്രി. 90 ഡിഗ്രി പറ്റുമോ? ഇല്ല. ലെസ് ദാൻ 90. എന്താണോ ലെസ് ദാൻ 90 വരണം. അടുത്തേക്ക് വരുമ്പോൾ 50 പ്ലസ് 50 100, ബാക്കി 80 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഒരു 8 കുട്ടികളുടെ എക്സാമിലുള്ള മാർക്കാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ മീഡിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ഇത് ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതാൻ പറയുമ്പോൾ ഏറ്റവും ചെറുത് 28 ആദ്യം എഴുതി. അടുത്ത ആരാളുള്ളത്? 30 ഉണ്ട്, 30 ഉണ്ട്. അടുത്തത് ആരാളുള്ളത്? 33 ഉണ്ട്. ഓക്കെ, 33 ഉണ്ട്. അടുത്തത് 36 ഉണ്ട്. വെരി ഗുഡ്, 36 ഉണ്ട്. അടുത്തത് 40 ഉണ്ട്, 40 ഉണ്ട്. 41 ഉണ്ട്, 44 ഉണ്ട്, 44 ഉണ്ട്. കണ്ടോ, 41 ഉണ്ട്, 44 ഉണ്ട്, 44 ഉണ്ട്. എല്ലാം എഴുതി ഒന്ന് ഉറപ്പ് വരുത്തുക. ഒന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? യെസ്, മുന്നിൽ നിന്നിട്ട ബാക്കിൽ നിന്നിട്ട, മുന്നിൽ നിന്നിട്ട ബാക്കിൽ നിന്നിട്ട, മുന്നിൽ നിന്നിട്ട ബാക്കിൽ നിന്നിട്ട, മുന്നിൽ നിന്നിട്ട ബാക്കിൽ നിന്നിട്ട. ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ അവസാനം 2 എണ്ണം ബാക്കി വന്നു. 1 ബാക്കി വന്നെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് മീഡിയൻ. 2 എണ്ണം ബാക്കി വന്നാലോ അത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 36 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 2. രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാടാ? 76/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 38. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇവിടെ 10 ക്വസ്റ്റ്യൻസിൽ അടിപൊളിയായിട്ട് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഒരു 10 MCQ ക്വസ്റ്റ്യൻസ് സാറ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നല്ലതുപോലെ പഠിച്ച് സെറ്റ് ആയിട്ട് നാളത്തെ എക്സാമിന് പോവാം. റെഡി അല്ലേ? യെസ്, ഇറ്റ്സ് മീ സെറിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.